ജെറുസലേമേ ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എങ്കിലും നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതയാമത്തിലേക്ക് കർത്താവ് നമ്മെ വീണ്ടും തൻ്റെ കൃപയാൽ ദയയാൽ പരിരക്ഷിച്ച് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യമാണ് നാം വായിച്ചത്. കർത്താവ് പറഞ്ഞു, ജെറുസലേമേ ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തുകൊള്ളുവാൻ മനസ്സില്ലാത്ത മാതാപിതാക്കൾ ആരാ ഉള്ളത്? ആരുമില്ല. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളാരും നശിച്ചു പോകരുത്. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ, നല്ല ഭാവി കൊടുക്കണമേ, നിന്റെ സന്നിധിയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണമേ, അനേകരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി കാണപ്പെടണമേ എന്ന് വേണ്ട എല്ലാ രീതിയിലും നമ്മൾ അക്ഷരികമായി നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ ആരും തന്നെ കാണത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ ഒരു കാര്യമാണോ പറഞ്ഞത്? അതിൽ നിന്ന് വിഭിന്നമായി കർത്താവ് ഒരു സന്ദേശം ഇസ്രായേൽ ജനതയോട്, യെരുശലേമിനോട് സംസാരിക്കുവാൻ കർത്താവിനുണ്ടായിരുന്നു. പറയുകയാണ്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ആപത്ത് കണ്ടാൽ ഓടി വരത്തക്ക രീതിയിൽ അവരുടെ ചിറക് വിടർത്തി കൊടുക്കുന്നു. വരുവീൻ വരുവീൻ, ഓടിപ്പോരെ ഓടിപ്പോരെ. പരുന്തിൻ്റെയും കാക്കയുടെയും മറ്റു ദുഷ്ടമൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം കേട്ട് അത് വിവേചിക്കുവാനുള്ള ഒരു ശക്തി ആ തള്ളക്കോഴിക്കുണ്ട്. ആ തള്ളക്കോഴി അതിൻ്റെതായ സിഗ്നൽ പുറപ്പെടുവിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് ആ സിഗ്നലിനെ കുറിച്ച് നല്ല ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങത്തുള്ളൂ. ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത സമയം, അടുത്ത മണിക്കൂറിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോവുകയല്ല. 2-3 ദിവസം വീടിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ട്യൂഷൻ കൊടുക്കും. ഞാൻ ഇന്ന ശബ്ദം ഞാൻ പുറപ്പെടുവിക്കും, അപ്പോൾ അതിൻ്റെ അർത്ഥം പരുന്ത് വരുന്നു. അല്ലെങ്കിൽ ഇന്ന നീട്ടിൻ്റെ ശബ്ദത്തിൽ നീട്ടുണ്ടായാൽ കാക്ക വരുന്നു, പരുന്ത് വരുന്നു, കീരി വരുന്നു, മറ്റും പട്ടി വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടജന്തുക്കൾ വരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങൾക്ക് വളരെ വ്യക്തമായി ശബ്ദത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് തള്ളക്കോഴി വെളിയിലിറങ്ങുന്നത്. ആപത്തുകൾ കാണുമ്പോൾ അവർ ശബ്ദം പുറപ്പെടുവിക്കുന്നു. എന്നാൽ ആ കുഞ്ഞുങ്ങൾ അഭയം തേടി വരുന്നു. കർത്താവ് പറയുന്നത്, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ശബ്ദം, ആപത്തിൻ്റെ ശബ്ദം നീ നിന്റെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നില്ല. മനസ്സുണ്ട് കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത്. അനർത്ഥത്തെക്കുറിച്ചുള്ളതായ ഒരു സന്ദേശം നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കുന്നില്ല. ആപത്ത് വരുമ്പോൾ എന്ത് ശബ്ദമാണ് പുറപ്പെടുവിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുത്തിട്ടില്ല. കർത്താവ് പറയുന്നു, എനിക്കോ മനസ്സായിരുന്നു. അപ്പോൾ കർത്താവിന് മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സ് വയ്ക്കും? ഇനി നാളെ മുതൽ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരത്തിൽ അങ്ങ് ഏൽപ്പിക്കുന്നു, ഭാരമെല്ലാം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ അത് കർത്താവിന് പ്രസാദകരമായി തീരുമോ? ഇല്ല. കർത്താവ് അങ്ങനെ കൊടുക്കുന്നതായ ഭാരം ഏറ്റെടുക്കുന്ന വ്യക്തിയല്ല. പിന്നെന്തു ചെയ്യും? കർത്താവ് പറയുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ കർത്താവിനുള്ളതായ മനസ്സ് മാതാപിതാക്കളിൽ പ്രത്യക്ഷമാകണം. അത് മാതാപിതാക്കളിൽ സൃഷ്ടിതമാകണം. ആ മാതാപിതാക്കളിൽ സൃഷ്ടിതമാകുന്ന മനസ്സിനെയാണ് കർത്താവ് അത് വരവ് വയ്ക്കുന്നത്. ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ആരെയും കൈകൊണ്ട് പരിരക്ഷിക്കുകയല്ല, അവരെ പരിരക്ഷിക്കുവാൻ തക്കമുള്ളതായ ഒരു പരിരക്ഷ അഭ്യസനം മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന്
വേണ്ടപ്പെട്ടവരിൽ നിന്ന് ദൈവം ഇവിടെ തന്നെ കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രവാചകന്മാരെ അയച്ചു, ഉപദേശകന്മാരെ അയച്ചു, പല രീതിയിലുള്ള സന്ദേശവാഹകരെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അയച്ചു. പക്ഷേ നിങ്ങൾ അവരെ എല്ലാം കൊന്നുകളഞ്ഞു, കല്ലെറിഞ്ഞു, നാട് കടത്തി, ഉപദ്രവിച്ചു, അപവാദം പറഞ്ഞു, ദൂഷിച്ചു, മോശമായി പെരുമാറി. അങ്ങനെ നിങ്ങളോട് ആപത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവർ ഇല്ലാതെ വന്നിരിക്കുന്നു. നിങ്ങൾക്കോ ആപത്തുകളെ തിരിച്ചറിയുവാൻ കഴിവില്ലാത്തവരായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു ഉപദേശം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കളായി നിങ്ങൾ അവശേഷിച്ചിരിക്കുകയാണ്. സന്തതികളെ ജനിപ്പിച്ചു, വളർത്തി, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, കരുതുന്നുണ്ട്, സമ്പത്ത് കരുതുന്നു. പക്ഷെങ്കിൽ ആപത്തിൽ അവരെ പരീക്ഷിക്കുവാൻ കഴിവില്ലാത്തവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പരീശന്മാരോടും യഹൂദന്മാരോടും ഒരിക്കൽ ഒരു ഉപദേശം പറയുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാട് കാണാതെ പോയാൽ നിങ്ങൾ 99നെയും വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടു കിട്ടുന്നിടം വരെയും അതിനെ അന്വേഷിച്ച് നടക്കുന്നില്ലയോ? കണ്ടുകിട്ടിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അതിനെ തോളിൽ ചുമന്നും കൊണ്ട് ഭവനത്തിലേക്ക് വരുന്നു. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ അടുത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടി ഓടിപ്പോയാൽ അതിനെ നമ്മൾ തോളിലേറ്റാറില്ല. വേണമെങ്കിൽ 2 ചൂര് അല്ലെങ്കിൽ ഒരു ഇറുക്കിൽ കൊണ്ട് 2 അടി കൊടുക്കും. പെട്ടെന്നിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോയിരിക്കുക, കുറ്റങ്ങളെല്ലാം ചാർത്തിക്കൊണ്ട് വഴക്ക് പറഞ്ഞ്, ഇനിയും ഇങ്ങനെ പോയാൽ ഇനിയും നിന്നെ തേടി ഞാൻ വരത്തേയില്ല, ഇങ്ങനെയൊക്കെ പറയും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും. ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവിനെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം സുഖമില്ലാതെ ഇരിക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകനെക്കുറിച്ച് വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. എടുത്ത പാടെ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു മകൻ എനിക്കില്ല, അവനെക്കുറിച്ച് ചോദിക്കരുത്, അവനെ ഇനി എനിക്ക് വേണ്ട, എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർത്ത് ഇനിയും ഞാൻ അവനെ എണ്ണുന്നില്ല, അവനെ എനിക്ക് തന്നിട്ടില്ല എന്നാണ് ഞാൻ ഇനിയും എണ്ണാൻ പോകുന്നത്. കഠിനമായ ഹൃദയം. ആ കുട്ടിയോ പോയി 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 തിരിച്ചു വരുവാൻ കഴിയാത്ത രീതിയിൽ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഏതോ ഒരു സുവിശേഷകൻ സുവിശേഷം പറഞ്ഞു, തൻ്റെ തെറ്റുകളെക്കുറിച്ച് തനിക്ക് ബോധ്യമായി. ആ പൈതൽ രക്ഷിക്കപ്പെട്ടു, ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഈ പിതാവ് രോഗിയായി. ചില വർഷങ്ങൾക്ക് ശേഷം അവസാന സമയത്ത് മറ്റു കുഞ്ഞുങ്ങളാരും അദ്ദേഹത്തെ നോക്കാനും ശുശ്രൂഷിക്കാനും വന്നില്ല. പക്ഷെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ കുട്ടി എവിടെ നിന്നോ പിതാവ് സുഖമില്ല എന്നറിഞ്ഞുകൊണ്ട് ഓടി വന്ന് തനിക്ക് വേണ്ടത് ശുശ്രൂഷകളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ അങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? നമ്മുടെ പോരായ്മകളെ, നാം പറഞ്ഞതായ കാണാതെ പോയതിനെ ചുമലിലേറ്റി കൊണ്ടുവരുവാനുള്ളതായ ഒരു മനസ്സുകേടിനെ ദൈവം ന്യായം വിധിക്കുന്ന വിധിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ചുമലിലേറ്റുക എന്ന് പറഞ്ഞാൽ? ആ കുഞ്ഞുങ്ങളുടെ ഭാരം നമ്മൾ വഹിക്കണം. അങ്ങനെ ഒരു കുഞ്ഞ് തെറ്റിപ്പോയാൽ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ആ ചിറകിൻ കീഴിൽ വരാത്ത ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. കേൾവി കുറവുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ കുറവുണ്ടോ? മോനെ, മോളെ, കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണ്? അവരുടെ ഭാരം നാം വഹിക്കണം. അവരെ ചുമലിലേറ്റി വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ അടിച്ചോടിക്കുകയല്ല, അല്ലെങ്കിൽ അവരെ കൂടുതൽ ദുഷിക്കുകയല്ല, കൂടുതൽ ശിക്ഷയിലേക്ക് വിടുകയല്ല. അവരുടെ ഭാരം നമ്മളൊന്ന് വഹിച്ചു നോക്കൂ. ആരോടും പറയാനൊക്കാത്തതായ ചില ഭാരങ്ങൾ അവരുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടുമുണ്ട്. ചില തെറ്റുകൾ അവരുടെ ഹൃദയത്തിലുണ്ട്. അതിനെ വഹിക്കുന്നവരായി നാം മാറിയില്ല എങ്കിൽ നമുക്കൊരിക്കലും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. നോക്കൂ, നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. കർത്താവ് തൻ്റെ ജെറുസലേമിലെ ജനങ്ങളോട് പറയുകയാണ്, ജെറുസലേമേ, ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ദൈവത്തിന് എത്ര വട്ടം മനസ്സാ നമ്മളെ ചേർത്തുകൊള്ളുവാൻ. പക്ഷെങ്കിൽ നമ്മൾ ചേർത്തുകൊള്ളുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർക്കുമ്പോഴാണ് അത് കർത്താവ് ചേർക്കും പോലെ ആ കുഞ്ഞുങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത്. തലമുറകൾക്ക് നാം വക്രതയും കോട്ടവും ഏറിയൊരു തലമുറയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി
കണ്ണുനീരൊഴുക്കുന്ന, അവരുടെ ഭാരത്തെ വഹിക്കുന്ന കർത്താവെ, അവരെ അനുഗ്രഹിക്കണം, ഉയർത്തണമേ എന്നുള്ളതല്ല. നമ്മൾ ഉയർത്തിയാലും ഉയർത്തിയില്ലേലും അവർ ഉയരും. അവർ നല്ല ഒരു ആധുനികമായ ലോകത്തിൽ, ഒരു വിജ്ഞാനമുള്ള ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ അപ്പത്തിന് വേണ്ടി ഇരുന്നിട്ടുള്ളവരല്ല, അവർ വിശന്നിട്ടുള്ളവരല്ല, ദാഹിച്ചിട്ടുള്ളവരല്ല. കാരണം ആ ഒരു തലമുറയിൽ നിന്ന് ഒരു പുതിയ തലമുറയിലേക്ക് വളർന്ന കുഞ്ഞുങ്ങൾ അവർ അല്ലലറിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അപ്പത്തിന് വേണ്ടി ദാഹിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഭൗമികമായ അപ്പത്തിന് വേണ്ടി ആയിരിക്കില്ല. ആത്മീകമായ ദാഹവും വിശപ്പും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കൊടുക്കുവാൻ നമ്മുടെ ഭവനത്തിൽ അതിന് സമൃദ്ധിയായി ഒരനുഭവം ഉണ്ടായിരിക്കണം. എനിക്കോ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കോഴിയുടെ ആ ശബ്ദം, തള്ളക്കോഴിയുടെ ശബ്ദം എന്തെന്ന്, അതിൻ്റെ വ്യത്യാസം എന്തെന്ന്, ഓരോ ആപത്തുകളെ കുറിച്ചുമുള്ളതായ വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ആ ശബ്ദത്തെക്കുറിച്ചുള്ളതായ ഒരു അറിവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ മനസ്സില്ലാതെ നാം ചെയ്തതായ തെറ്റുകളിലേക്ക് വീണ്ടും അവരെയും നമ്മൾ ആകർഷിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? പ്രവാചകന്മാരെ കല്ലെറിയുക, ഉപദേഷ്ടകന്മാരെ നിന്ദിക്കുക, അപമാനിക്കുക. തന്നെ കുഞ്ഞുങ്ങളെയും ചെയ്യുവാൻ നാം നിർബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളും അത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളും അത് തന്നെ അവലംബിക്കുന്നു. അങ്ങനെ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലാത്തവരായി ഒരു ദിവസം അവർ അധോഗതിയിലേക്ക് പടുത്തു വീണുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തോടെയാണ് യെരുശലേമിനെ കുറിച്ച് കർത്താവ് പറയുന്നത്. യെരുശലേം സന്തതികളോട്, പുത്രന്മാരോട് കർത്താവ് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ്, ദുഃഖത്തോടെ. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ എത്ര പ്രാവശ്യം കൈനീട്ടി, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് എൻ്റെ വചനങ്ങളെ അരുളി ചെയ്തു, എത്ര പ്രാവശ്യം വചനങ്ങളെ കേൾപ്പിച്ചു, എത്ര പ്രാവശ്യം ഏതെല്ലാം സാഹചര്യങ്ങളിൽ നിനക്ക് നല്ല നല്ല ഗുണദോഷങ്ങൾ നൽകി. പക്ഷെങ്കിൽ നീയോ നിന്റെ ആ ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പിതാക്കന്മാർ ചെയ്ത തെറ്റുകളെ വീണ്ടും വീണ്ടും നമ്മളും അത് ആവർത്തിച്ചു. അതുകൊണ്ട് ദൈവം ഒരു തിരിച്ചുവരവിനെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ആ തിരിച്ചറിവ്, കോഴിയുടെ ശബ്ദത്തെക്കുറിച്ചുള്ളതായ ഒരു വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, ആപത്തുകളെക്കുറിച്ചുള്ളതായ ഒരു തിരിച്ചറിവ്, മുന്നറിയിപ്പ് മാതാപിതാക്കൾക്ക് ദേശത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തരാകണം. നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, ഈ ദേശത്തിലെ കുഞ്ഞുങ്ങളൊക്കെയും നമ്മുടെ സന്തതികളാണ്. ദൈവം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി അലമുറയിടുവാൻ, അവരോട് ഈ ശബ്ദങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, ആപത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചു. നാം ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്നതിനെ തുല്യമായി കർത്താവ് വരവ് വയ്ക്കുന്നു. അതാണ് എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് അവരുടെ തലമുറകളുടെ ഭാരം ഏറ്റെടുത്ത് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതായ ഒരു അന്വേഷണം, അവർക്ക് എന്തെങ്കിലും അവർ ചിറകിൻ കീഴിൽ ഓടി വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ നമ്മുടെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ജ്ഞാനബുദ്ധി തുറക്കുന്നില്ല, ഇല്ല എങ്കിൽ കേൾവിക്കൽപ്പം പ്രശ്നമുണ്ട്, ഇല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കെട്ടുകെട്ടുകളിൽ അവർ പെട്ടിരിക്കുകയായിരിക്കും. ആ ഭാരം നാം ഏറ്റെടുക്കുമ്പോൾ, ആ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഇതാ വലിയൊരു സംരക്ഷണം കർത്താവ് കൊണ്ടുവരികയാണ്. നാം അത് ചെയ്യുമ്പോൾ അതിന്മേൽ ദൈവം ചെയ്യുന്ന സംരക്ഷണമായി സ്വർഗം അത് ഏറ്റെടുക്കുന്നു. സ്വർഗത്തിൻ്റെ ആലോചനയെ നാം അംഗീകരിക്കുന്നവരായിത്തീരുന്നു. എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ. ആ മനസ്സിനെ നാം ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ തലമുറകളിലേക്കും അനുഗ്രഹം വ്യാപിക്കുകയാണ്. അങ്ങനെ ജ്ഞാനമുള്ളൊരു ഹൃദയം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തലമുറകൾക്ക് ലഭിക്കുവാൻ തക്കണം. ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.